2025 സിവിൽ എക്സൈസ് ഓഫീസറിന് നോട്ടിഫിക്കേഷൻ നിലവിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 ഈ പറയുന്ന എക്സൈസ് പരീക്ഷ എഴുതിയെടുക്കും എന്ന് ഉറപ്പുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ എക്സൈസ് എന്നൊന്നും എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇട്ടേക്കും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് നല്ല അടിപൊളിയായിട്ട് ഈ പറയുന്ന 2025 എക്സൈസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എത്ര പേരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിലൂടെ നമുക്ക് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാനുള്ളത് ഈ പറയുന്ന 2025 സിവിൽ എക്സൈസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസുമാണ്. നിലവിൽ എക്സൈസ് വന്നിട്ടുള്ളത് മെയിൽസിനാണ് കേട്ടോ. പയ്യന്മാർക്കാണ് നിലവിൽ സിവിൽ എക്സൈസ് ഓഫീസറാണ് വന്നിട്ടുള്ളത്. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കാൻഡിഡേറ്റ്സ്, നമ്മുടെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ ഡിഫറently ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സിലബസ് എന്താണ്, ഇതിന്റെ ഏജ് ലിമിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളും ഇതിന്റെ സിലബസിനകത്ത് വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മൊത്തം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ 2025 ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ നിലവിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ലാസ്റ്റ് ഡേറ്റ് 29/1/2025 ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 743/2024 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് അറിയാം, 27,000 മുതൽ 63,000 വരെ വരുന്ന പേ സ്കെയിലുള്ള നല്ലൊരു ജോലിയാണ് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ. അപ്പോൾ ഏകദേശം നമ്മുടെ 14 ജില്ലകളിലും ഇതിന്റെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 5 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഏജ് ലിമിറ്റിന്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ഏജ് ലിമിറ്റ് വരുന്നത് നമ്മുടെ പോലീസ് പോലെ അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയാണ് ഇതിന്റെ ജനറൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ 2/1/1993 അതുപോലെ തന്നെ 1/1/2005 മധ്യേ ജനിച്ചവർക്കാണ് ഇതിലേക്ക് ഈ പറയുന്നതിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. എന്നാൽ OBC അതുപോലെ തന്നെ OBC SC/ST കാർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷനും ഇതിനകത്ത് പറയുന്നുണ്ട്. OBC SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ OBC SC/ST കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഫൈലിൽ ജസ്റ്റ് ഈ പറയുന്ന കാറ്റഗറി നമ്പർ ഉണ്ടല്ലോ 473/2024 എന്ന് പറയുന്ന ഈ കാറ്റഗറി നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ നോക്കുക, അതിൽ അപ്ലൈ നൗ എന്ന് കൊടുത്തിരുന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, അതിനകത്ത് ഇൻഎലിജിബിൾ ചിലപ്പോൾ ഇതിൽ അപ്ലൈ നൗ എന്ന് കൊടുത്താൽ അതിലിപ്പോൾ നമുക്ക് നോക്കുമ്പോഴത്തേക്കും അപ്ലൈ നൗ എന്ന് കൊടുക്കും. അങ്ങനെ കൊടുത്താൽ അതിന്റെ അർത്ഥം നിങ്ങൾ എലിജിബിൾ ആണ്. അത് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്നത് ഇൻഎലിജിബിൾ എന്നായിരിക്കും. ഇൻഎലിജിബിൾ എന്ന് കൊടുത്തേക്കും. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. അതിന്റെ താഴെ വൈ ഐ ആം ഇൻഎലിജിബിൾ എന്ന് കൊടുത്തേക്കും. അതിന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്താണ് നിങ്ങളുടെ ഇൻഎലിജിബിലിറ്റിയുടെ കാര്യം എന്ന് ചിലപ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങളുടെ ഹൈറ്റ് ഒക്കെ ചിലപ്പോൾ തെറ്റിയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏജും കാര്യങ്ങളൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തെങ്കിലും വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നുള്ള കാര്യത്തിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ എക്സൈസിന്റെ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിന്റെ ക്വാളിഫിക്കേഷന്റെ കേസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം എന്ത് തന്നെയാണ്, +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയാണ് ഈ പറയുന്ന എക്സൈസും പോലീസും. അതെല്ലാം +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള ജോലി തന്നെയാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ വന്നിട്ട് 165 സെന്റിമീറ്റർ ഉയരവും 81 സെന്റിമീറ്റർ ചെസ്റ്റ് വിത്ത് 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഇതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം, അതൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിന് പ്രിലിംസ് ഉണ്ടോ മെയിൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? പ്രിലിംസ് ഉണ്ടോ, ഇനിയിപ്പോ മെയിൻസ് മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ആയിരുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇതിനെന്തില്ല, പ്രിലിംസ് ഇല്ല, മെയിൻസ് എക്സാം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ പറയുന്ന മെയിൻസ് എക്സാമിന് ശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഫിസിക്കൽ ടെസ്റ്റിന് 8 ഐറ്റംസ് ഉണ്ട്. ഈ പറയുന്ന 8-ൽ എത്ര എണ്ണം മതി? 5 എണ്ണം പാസ്സായാലും നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിന്റെ സിലബസ് എന്താണ്, സിലബസിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യങ്ങൾ എന്താണ് എന്നുള്ള കേസാണ്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ബാച്ചിലേക്കുള്ള ക്ലാസിന്റെ പുതിയ അഡ്മിഷൻസ് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് 300 രൂപയാണ്. 300 രൂപ നിങ്ങൾ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലോട്ടോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കാണാൻ കഴിയും, നിങ്ങൾക്ക് ഇവിടെ നമ്പർ കാണാനായിട്ട് കഴിയും 999611 എന്ന് പറയുന്ന നമ്പറിലോട്ട് എന്ത് ചെയ്യുക, പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾ വാട്സാപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകൾ, അതിന്റെ മോഡൽ എക്സാംസ്,
നോട്ട്സ്, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പുതിയ ബാച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സിലബസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസ് ഓഫീസറിന്റെ സിലബസ് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ നമുക്കറിയാം 100 മാർക്കിനാണ് പരീക്ഷ. പരീക്ഷയില് ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് 5 മാർക്കിന് 15 മാർക്കിനാണ്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്നിട്ട് 8 മാർക്കിനാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മുടെ ജീവശാസ്ത്രം, അതുപോലെ കേരളം ഭരണ സംവിധാനം 3 മാർക്ക്, നമ്മുടെ ബയോളജി, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 3 മാർക്ക്, ഫിസിക്സും കെമിസ്ട്രിയും കൂടി 6 മാർക്കിനാണ്. അതുപോലെ തന്നെ നമ്മുടെ കലാ, കായിക, സാഹിത്യം, സംസ്കാരം 4 മാർക്കിന്, കറണ്ട് അഫയേഴ്സ് 10 മാർക്കിനാണ്. അതുപോലെ തന്നെ മാത്സ് 10 മാർക്കിനുണ്ടാവും. ഇംഗ്ലീഷും മലയാളവും 10 മാർക്കിനാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് വന്നിട്ടാണ് 20 മാർക്കിന് എക്സാമിനേഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഏരിയ നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് തന്നെയാണ്. അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മുടെ കോഴ്സ് ബാച്ചുകളും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, നിങ്ങൾ പുതുതായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നമുക്കറിയാം ഒരുപാട് പേര് ഈ പറയുന്ന പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. അപ്പോ എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കളിച്ച കളിയൊന്നുമല്ല, ഒരുപാട് പുതിയ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 20 മാർക്കിനാണ് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവുക. 20 മാർക്കിനാണ്. ഈ 20 മാർക്ക് വരുന്ന മേഖലകൾ എന്ന് പറയുന്നത് ഒന്ന് അബ്കാരി ആക്ട് ആണ്. നമുക്കൊരു കണ്ടാൽ മനസ്സിലാവും അബ്കാരി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സെക്ഷൻസ് എന്താണ്, അതുപോലെ തന്നെ ലിക്കറിന്റെ പ്രോസസിങ്, അതുപോലെ തന്നെ എന്താണ് NDPS ആക്ട്, അതിന്റെ സെക്ഷൻസ്, അതിന്റെ പണിഷ്മെന്റുകൾ, അതുപോലെ തന്നെ ഡിസ്റ്റിലറി ആൻഡ് വെയർ ഹൗസ് റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്, ഫോറിൻ ലിക്കർ റൂൾസ് എന്താണ്, ലൈസൻസുകൾ, ലിക്കർ ലൈസൻസുകൾ എന്താണ്, അതുപോലെ തന്നെ എന്താണ് കോട്ട്പ, അതുപോലെ തന്നെ സിഗരറ്റ്, ഈ കോട്ട്പ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ തന്നെ ടുബാക്കോയുടെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിന്റെ ശിക്ഷകളും കാര്യങ്ങളും, പിന്നെ ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് ആൽക്കഹോളിസം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്നത്. അപ്പൊ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കുകളും കാര്യങ്ങളും കംപ്ലീറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന 2025 ഈ പറയുന്ന എക്സൈസ് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്തായാലും എക്സൈസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇനി സംശയങ്ങളൊന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സൈസ് ഒക്കെ എഴുതാൻ പോകുന്ന കൂട്ടുകാരിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. നമ്മുടെ വിമൻ എക്സൈസിന്റെ കാര്യമാണ് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത്. വിമൻ എക്സൈസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ജനുവരി അടുപ്പിച്ച് നോട്ടിഫിക്കേഷൻ ഉണ്ടാകാൻ തന്നെയാണ് ചാൻസ്. കാരണം കഴിഞ്ഞ ഒരു എക്സൈസിന്റെ എക്സാമിനേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് അവരിങ്ങനെ അടുത്ത് ലാഗ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നിലവിൽ ഇപ്പോൾ മെയിൽ എക്സൈസ് ആണ് വന്നിട്ടുള്ളത്. എക്സൈസ് വന്നവരൊന്ന് അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ളവർ നമ്മുടെ വിമൻ എക്സൈസിലേക്കൊക്കെ താല്പര്യമുള്ളവർ ഇപ്പോഴും തന്നെ പഠിച്ചു പോവുക. അടുത്ത നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയ വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.